അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാ നോർമൽ കപ്സ. അതിൽ വേറെ അധികം മസാലകളോ സാധനങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്ന ഐറ്റംസ് എന്നുള്ള ക്യാപ്സിക്കം, മല്ലിയില, സവോള, വെളുത്തുള്ളി, ഉണക്ക നാരങ്ങ, പിന്നെ കരയാമ്പൂ, പട്ട, ഏലക്കായ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മസാല, അതായത് 2 മാഗി ക്യൂബ്, ഇത്തിരി ജീരകപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, അതന്നെ ഉള്ളൂ. വേറെ ഒന്നും അതിലേക്കില്ല. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചുകൊണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മട്ടൻ ഇട്ട അത് ഒരു 1.5 മണിക്കൂറോളം ഒന്ന് വിസിലടിപ്പിക്കുക. 1.5 മണിക്കൂർ എന്നിട്ട് 40 മിനിറ്റ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നന്നായി വിസിലടിച്ച് വരുമ്പോൾ ഇവിടുത്തെ അറബി കുക്കറാണത്. ഇതിൽ പൂല വിസിലങ്ങനെ നമ്മുടെ നാട്ടിലെ അടിക്കണ പോലെ ആവില്ല. വെന്തിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുക, സാധനം കുക്കായിക്കണ്. അതിന് പതുക്കനും മട്ടനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ സൂപ്പിൽ നമുക്ക് റൈസ് വേവിക്കാം. എന്നാലേ കഫ്സറ ആ ഫ്ലേവറും ടേസ്റ്റൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. ആ മട്ടനിൽ വേവിച്ച് ആ സൂപ്പിലുണ്ടാക്കുമ്പോൾ ആ റൈസിന് പ്രത്യേക ടേസ്റ്റാണ്. റൈസ് കറക്റ്റ് വെള്ളത്തിന് ദമ്മായി കഴിഞ്ഞാൽ അതിലേക്ക് തിരിച്ച് മട്ടൺ അതിലേക്ക് ഇറക്കി വയ്ക്കുക. മൂടുക. ഒരു 10 മിനിറ്റ് കൂടി വിസിലടിച്ച് കഴിഞ്ഞാൽ, വിസിലടിക്കണ്ട, ഒന്ന് എയർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് 10 മിനിറ്റ് കൂടി വയ്ക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, കുക്കർ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് റൈസും കിട്ടും, മട്ടനും അതേപോലെ തന്നെ സെറ്റായിട്ടുണ്ടാവും. വെള്ളം സെറ്റാക്കുക. ഓക്കെ, ഇതാണ് നോർമൽ കഫ്സ, മട്ടൺ കഫ്സ. ഓക്കെ, ബൈ.